നമസ്കാരം. വളരെ നാളുകളായല്ലേ നമ്മള് ഒരു ഫേസ് മാസ്ക് ഒക്കെ തയ്യാറാക്കിയിട്ട്. ഇന്നത്തത് ഫേസ് മാസ്ക് അല്ല, ഇത് ഫേസിന് വേണ്ടിയിട്ടുള്ള ഒരു ജെല്ലാണ്. ജെല്ലും എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ക്രീം ജെല്ലും കൂടെ ചേർന്നിട്ടുള്ള ഒരു നല്ല ഒരു ബോട്ടോക്സ് തെറാപ്പി എന്ന് ഞാൻ പറയും. കാരണം ബോട്ടോക്സ് തെറാപ്പിയെ വെല്ലുന്ന ചില ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർത്തിട്ടുണ്ട്. ബോട്ടോക്സ് തെറാപ്പി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതായത് ഫേസിൽ റിങ്കിൾസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒരു ഇഞ്ചക്ഷൻ എടുക്കും. ഈ റിങ്കിൾസ് ഒക്കെ പറയുമ്പോൾ നമ്മളെ വരയുണ്ടല്ലോ മുഖത്ത്, അവിടെ ഇവിടെയൊക്കെ വരുന്നത്, ഇവിടെ വരയുണ്ട്, ഇവിടെ വരയുണ്ട്, ഇവിടെ. അപ്പൊ അവിടെ ഈ ഒരു ചെറിയ നീഡിൽ വെച്ച് ഇഞ്ചക്ഷൻ എടുക്കും. ഇഞ്ചക്ഷൻ എടുത്തത് ചെറിയൊരു ഫില്ലിംഗ് പോലെയാണ്. പിന്നെ അത് മാത്രമല്ല, ഈ നാവ് ട്വിച്ച് ചെയ്തിട്ട് അത് പിന്നെ മസിലില്ലേ, മസിൽ കൺട്രാക്ട് ചെയ്യൂല. മസിൽ കൺട്രാക്ട് ചെയ്യുമ്പോഴാണല്ലോ ഈ റിങ്കിൾസ് വരുന്നത്. നമ്മൾ ഈ അതുപോലെ തന്നെ ലാഫിംഗ് ലൈൻസ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ചിരിക്കുമ്പോൾ വരുന്ന ലാഫിംഗ് ലൈൻസ്, അതൊക്കെ കൺട്രാക്ട് ചെയ്യും, മസിൽ കൺട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ മസിൽ കൺട്രാക്ട് ചെയ്യത്തേ ഇല്ല, അങ്ങനെ തന്നെ ഇരിക്കും. അങ്ങനെ വരുമ്പം ഈ റിങ്കിൾസ് ഉണ്ടാവത്തില്ല. അത് പക്ഷെ 3-4 മാസമേ അത് ലാസ്റ്റ് ചെയ്യുള്ളൂ, ഈ ബോട്ടോക്സ് ഇഞ്ചക്ഷൻസ്. പിന്നെ ചില അസുഖങ്ങൾക്കും അത് കൊടുക്കാറുണ്ട്. സ്ഥിരമായിട്ട് ട്വിച്ചിങ്ങും ഒക്കെ ഉള്ള, മസ്കുലർ സ്പാസം ഒക്കെ ഉള്ളവർക്കും കൊടുക്കുന്ന ഒരു ഇഞ്ചക്ഷൻ ആണ്. അതൊരു ബോട്ടിലിനിസം എന്ന് പറയുന്ന ഒരു ടോക്സിൻ ആണ് കുത്തിവെക്കുന്നത്. അപ്പം അതിന്റെ സൈഡ് എഫക്ട്സ് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല എങ്കിലും. അപ്പൊ അങ്ങനെ റിങ്കിൾ ഫ്രീ ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ. അപ്പൊ ഞാൻ അതിനെ അടുത്തൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ നല്ല ഇൻഗ്രീഡിയൻസ് ഇതിനെ സഹായിക്കുന്ന, നമുക്ക് ഇങ്ങനെ റിങ്കിൾസ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇന്നത്തെ നമ്മളുടെ ഈ ഒരു ജെല്ല് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായവ. അപ്പോ അത് നിങ്ങൾ പലപ്പോഴും, ഞാൻ നേരത്തെ ഒരു ബ്രൈറ്റനിങ് ജെല്ല് നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു. ആ ബ്രൈറ്റനിങ് ജെല്ലിനോടൊപ്പം നമ്മൾ 1-2 വേറെ ചേരുവകളും കൂടെ ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതായിരിക്കുന്നത് ബ്രൈറ്റനിങ് ജെല്ലാണ്. ബ്രൈറ്റനിങ് ജെല്ല് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതിനകത്ത് അലോവേര ഉണ്ട്, തേനുണ്ട്, തേന്, അലോവേര, പിന്നെ ആൽമണ്ട് ഓയിൽ ഉണ്ട്. ആൽമണ്ട് ഓയിൽ എന്ന് പറയുന്നത് ബദാമിന്റെ ഓയിലാണ്. പിന്നെ ഇത് ഓറഞ്ച് പീൽ എക്സ്ട്രാക്റ്റ് ആണ്. അത് നല്ലൊരു ഫ്ലേവറും ആണ്. പിന്നെ വൈറ്റമിൻ സി കണ്ടന്റ് ഒക്കെ ഉള്ളത് കൊണ്ട് അത് നല്ലതാണ്. പിന്നെ ഇത് ഗോൾഡ് സീറമാണ്. ഓക്കെ. പിന്നെ ഇത് ഗ്ലിസറിൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഗ്ലിസറിൻ, അതുപോലെ ഹണി, തേന്, ആൽമണ്ട് ഓയിൽ, ഓറഞ്ച് പീൽ എക്സ്ട്രാക്ട്, ഈ ഗോൾഡ് സീറം, പിന്നെ അലോവേര, ഇത്രയും കൂടെ ചേർത്തതാണ് ഈ ഒരു ബ്രൈറ്റനിങ് ജെല്ല്. അപ്പൊ ഇത് ഞാൻ തയ്യാറാക്കുന്നതാണ്. അപ്പൊ അത് ഈ ബ്രൈറ്റനിങ് ജെല്ലിനോടൊപ്പം ഇന്ന് 2 ചേരുവകളും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു നമ്മളത്തെ ഇന്നത്തെ ഈ ഒരു ഫേസ് ക്രീം തയ്യാറാക്കുന്നത്. അപ്പൊ അത് അങ്ങനെ, അതിന് വേറെ 2 ചേരുവകൾ എന്ന് പറഞ്ഞാല്, ഒന്ന് അരി, പച്ചരിയാണ്. ഓക്കെ. പച്ചരി 1 ടേബിൾ സ്പൂൺ, ഫ്ലാക്സ് സീഡ് 1 ടേബിൾ സ്പൂൺ. ഇത് രണ്ടും കൂടെ നമ്മൾ ഒരു 1/2-3/4 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ട് 10 മിനിറ്റ് തിളപ്പിക്കണം. 10 മിനിറ്റ് തിളപ്പിച്ചിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ച് എടുത്ത ഒരു മിശ്രിതമാണ് ഈ ഇരിക്കുന്നത്. ഈ മിശ്രിതത്തിലേക്ക് നമ്മൾ ഈ ഒരു ബ്രൈറ്റനിങ് ജെല്ലും കൂടെ ആഡ് ചെയ്യുന്നു. അങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നത്. ഇത് ഫ്രിഡ്ജിനകത്ത് വെക്കാം, 2 ആഴ്ച 3 ആഴ്ച വരെയൊക്കെ ഇരിക്കും. എല്ലാ ദിവസവും മുഖത്ത് പുരട്ടുക. നന്നായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉണങ്ങി, ഇത് വലുതായിട്ട് കയറി ഉണങ്ങത്തില്ല, ഉണങ്ങി പിടിക്കത്തൊന്നുമില്ല. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയണമെന്നില്ല, അവിടെ കിടന്നാലും ഒരു കുഴപ്പമില്ല. വാഷ് ചെയ്ത് കളയുന്നതല്ല. ഓക്കെ. അതായത് മാസ്ക് അല്ലേ നമ്മൾ വാഷ് ചെയ്ത്, ഫേസ് മാസ്ക് ആണ് വാഷ് ചെയ്ത് കളയുന്നത്. ഇത് വാഷ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതുപോലെ തന്നെ മുഖത്ത് തന്നെ പുരട്ടിയിട്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങാം, കുഴപ്പമൊന്നുമില്ല. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഈ പച്ചരിയും ഫ്ലാക്സ് ജെല്ലും കൂടെ വേവിച്ച് മിക്സിയിൽ അടിച്ചെടുത്ത മിശ്രിതം, ഇത് ഒരു 30 ml എടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇതും 2 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇത് ബ്രൈറ്റനിങ് ജെല്ല് തയ്യാറാക്കുന്നതിന്റെ വീഡിയോ വേറെയും കിടപ്പുണ്ട്. രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക.
ശരിക്കും നമ്മൾ സാധാരണ ഇപ്പൊ നൈറ്റ് ക്രീംസ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ ഇഷ്ടംപോലെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിനെ കിടപിടിക്കുന്ന അടിപൊളി ചേരുവകളാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ബ്രൈറ്റനിങ് ജെല്ലിന്റെ ഒരു വീഡിയോ വേറെ കിടപ്പുണ്ട്. അത് റീസെന്റ് ആയിട്ട് ചെയ്തതാണ് ഞാൻ. ബ്രൈറ്റനിങ് ജെല്ലെന്ന് തന്നെ അതിലുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾ അതിന്റെ ചേരുവ ഏത് അളവിലാണെന്നുള്ളത് മനസ്സിലാക്കി അത് വേണമെന്ന് തയ്യാറാക്കുക. അതല്ലെങ്കിൽ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ തരാം. അതിനോടൊപ്പം ഈ ഫ്ലാക്സും അരിയും കൂടെ, അരിയാണ് വേവിച്ച് മിക്സിയിൽ അടിച്ച് അതുകൂടെ ചേർക്കണം. അങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോഴാണ് ഒരു ക്രീമി അപ്പിയറൻസ് ആവുന്നത്. മറ്റേത് ജെല്ലാണ്. ഓക്കെ. അപ്പം വേണമെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഇത്തിരി കാസ്റ്റർ ഓയിൽ ഒരു 1/4 ടീസ്പൂൺ ചേർക്കാം. അതുപോലെ തന്നെ വെർജിൻ കോക്കനട്ട് ഓയിലും വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇപ്പൊ ഇതൊന്നും ഇല്ലെങ്കിൽ ഇത് എക്സലന്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. അപ്പം ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറയാൻ, അരിയുടേത് നിങ്ങൾക്കറിയാമല്ലോ, വൈറ്റനിങ് പ്രോപ്പർട്ടീസ് വളരെയധികം ഉണ്ട് നമ്മുടെ അരിയിൽ. അരി അതുപോലെ കഞ്ഞിവെള്ളത്തിൽ വരെയുണ്ട്, ചോറിലുണ്ട്. ഇതിലൊക്കെ തന്നെ നന്നായിട്ട് ഫേസ് വെളുക്കാനായിട്ടുള്ള ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഇതിനകത്തുണ്ട്. അതോടൊപ്പം ഫ്ലാക്സ് ജെല്ലിന്റെ കാര്യം പറയണ്ട. ഫ്ലാക്സ് സീഡ് ഇല്ലേ, ഫ്ലാക്സ് സീഡ് നിങ്ങൾക്ക് അറിയാം, omega-3 ഫാറ്റി ആസിഡിന്റെ കലവറയാണ്. അതിനകത്ത് ഇല്ലാത്ത ന്യൂട്രിയൻസ് ഇല്ല. ഏറ്റവും കൂടുതൽ സ്കിന്നിനെ ഏറ്റവും സഹായിക്കുന്ന നല്ല ഗ്ലേസിങ് ആവുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഫ്ലാക്സ് സീഡിലുള്ള ഫ്ലാക്സ് ജെല്ല്. പിന്നെ ഗ്ലിസറിൻ, അതുപോലെ മോയ്സ്ചറൈസിങ് കപ്പാസിറ്റി ഏറ്റവും കൂടുതലാണ് ഗ്ലിസറിന്. നല്ല എപ്പോഴും നല്ല എന്താ പറയുക, നല്ല ഒരു തുടുപ്പ് കിട്ടുന്ന കാര്യങ്ങളാണ്. തേൻ അതുപോലെ തന്നെയാണ്. വളരെയധികം ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസും മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടീസും ഉള്ളതാണ് തേന്. പിന്നെ അലോവേര അതുപോലെ തന്നെയാണ്. ഏറ്റവും നല്ല പിന്നെ ആന്റി റിങ്കിൾ പ്രോപ്പർട്ടീസും ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ നമ്മുടെ ബ്രൈറ്റനിങ്ങും ഒക്കെ അതിനൊക്കെ സഹായിക്കുന്നതാണ് അലോവേര ജെല്ല്. പിന്നെ ഉള്ളത് ഇത് ഓറഞ്ച് പീൽ എക്സ്ട്രാക്ട്. ഇതും നല്ല മണം കിട്ടാൻ ആണെങ്കിൽ കൂടിയും അതിന് വൈറ്റമിൻ സി കണ്ടന്റ് വളരെ കൂടുതലാണ്. കൊളാജൻ പ്രൊഡക്ഷനെ ഏറ്റവും സഹായിക്കുന്നതാണ് ഈ ഓറഞ്ച് പീൽ എക്സ്ട്രാക്ട്. പിന്നെ ഗോൾഡ് സീറം, ഇത് ശരിക്കും ഞാൻ വാങ്ങിയതാണ് മാർക്കറ്റിൽ നിന്ന്. ഇത്രയും ഇതിന് തന്നെ ഒരു ഏകദേശം 600-700 രൂപയാണ്. പക്ഷെ ഇതിനകത്ത് വളരെയധികം ഇതിന്റെ ചേരുവകൾ എന്താന്ന് പറയുന്നത്, ഗോൾഡ് സീറം എന്ന് പറയുന്നത്, ഗോൾഡിന്റെ ലേശം ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഉള്ളതുപോലെ ഇത് കാണുമ്പോൾ തോന്നുന്നുണ്ട്. പക്ഷെ ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ഇൻഗ്രീഡിയൻസ് എനിക്ക് പറയാൻ അറിയത്തില്ല. പക്ഷെ ഞാനിത് ഈ ബ്രൈറ്റനിങ് ജെൽ തയ്യാറാക്കുമ്പോൾ അതിനകത്ത് ചേർക്കുന്നതാണ്. അപ്പോൾ ഇത്രയുമൊക്കെയാണ് നമ്മളുടെ ഈ ഒരു ഫേസ് ക്രീം തയ്യാറാക്കാൻ ആവശ്യമായത്. ഇത് മുഖത്ത് പുരട്ടുക. മുഖത്ത് പുരട്ടി കുറെ വേണമെങ്കിൽ നിങ്ങൾക്ക് കഴുകി കളയാം. അത് പുരട്ടിയിട്ട് ഉണങ്ങി പിടിക്കത്തില്ല. ഇത് കുറച്ച് എപ്പോഴും നല്ല മോയ്സ്ചറൈസിങ് ആയിട്ടിരിക്കും. വളരെ ചെറിയ അളവിൽ പുരട്ടുക. പിന്നെ ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ ഒരു നല്ല ബോട്ടിലിൽ ഇട്ട് അടച്ചു വെക്കുക. 2 ആഴ്ച വരെ നന്നായിട്ടിരിക്കും. പിന്നെ അത്രയും തയ്യാറാക്കിയാൽ മതി. വളരെ കുറച്ച് തയ്യാറാക്കിയാൽ മതിയാവും. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.